ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈസ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയേ. ഞങ്ങൾ ഒളവീപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേ എത്തിയതേ ഉള്ളൂ. അപ്പം ഇനി ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് അവിടെ തുറവൂരുള്ളൊരു ടറഫാണ് ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. പിന്നെ പൈച്ച അവിടെ ഇരുന്ന് അവൻ്റെ സ്കൂളിലെ കഥയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. അപ്പം ഞാനതൊക്കെ കേട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അപ്പം അങ്ങോട്ടേക്ക് എത്താനായി, ഒളവീപ്പ് എത്താനായി. ഇതാണ് ഗൈസ് ഒളവീപ്പ്. നേരത്തെ ഒന്നും ഇങ്ങനെ മറ പോലെയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നല്ലതായിട്ട് സെറ്റാക്കി അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയൊക്കെ വെച്ചേക്കാണ്. ഇതാണ് ഒളവീപ്പ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടി ഇരുന്ന് കണ്ടതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പൈച്ചു ഇതാ ഓടിച്ചാടിയൊക്കെ പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടുത്തെ പാലമൊക്കെ കടന്ന് അപ്പുറത്തോട്ട് എത്തിയപ്പോഴാണ് ഗൈസ് ഒരു കാഴ്ച കാണുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കൊഞ്ചാണ് കേട്ടോ ഈ കിടക്കുന്നത്. കരിമീനും കൊഞ്ചൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇച്ചിരി കൂടി അങ്ങോട്ട് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കുറേ പൂക്കളൊക്കെ വിരിഞ്ഞേക്കുന്നു. നല്ല രസമുണ്ടായിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇപ്പുറത്തെ സൈഡാണ്, ഇപ്പുറം മൊത്തം ഇങ്ങനെ പായൽ. ഞങ്ങൾ നേരത്തെ ഇരുന്ന് വെച്ച ഈ സ്ഥലത്തൊക്കെ മൊത്തം പായലായി കിടക്കാം കേട്ടോ. അപ്പോൾ പൈച്ചു അവിടെ പോയി ഇരുന്നു. അവിടെ എന്തൊക്കെയോ ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. സൂര്യപ്രകാശമൊക്കെ അടിച്ച്. അപ്പോൾ അപ്പുറത്തെ സൈഡാണ് പൂക്കളൊക്കെ ഇരുന്നത്. ഞാനാണെങ്കിൽ അപ്പുറത്തെ സൈഡ് നോക്കിക്കൊണ്ടാട്ടോ ഇരുന്നത്. പിന്നെ അവനാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ പിറക്കിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ പിറക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ നല്ല ഓട്ടിക്കളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോയിട്ടോ. അവനാണെങ്കിൽ മുമ്പേ ഓടിയല്ലോ. അപ്പം ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോകാണ്. കുറേ നാൾ കൂടി വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ അതുമല്ല, ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തിരിച്ചു പോന്നപ്പോഴും ഞങ്ങൾ ആ കൊഞ്ചൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് കേസ്. ഞാനാണെങ്കിൽ അധികം അങ്ങോട്ട് പോയില്ല, എങ്ങാനും ചാടി വന്നാലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അതിൻ്റെ കാല എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് മരച്ചുള്ളി കിടക്കുന്ന പോലെ ആട്ടോ തോന്നിയത്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ വലയിട്ടിട്ട് അതിങ്ങനെ എടുക്കാൻ വേണ്ടി, ഇങ്ങനെ തപ്പിയെടുക്കാൻ വേണ്ടിയോ എന്തിനോ ഒരു ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുങ്ങിയാട്ടോ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പോരാൻ നേരത്തെ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ചേട്ടൻ ഞാൻ അവിടെ വലയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു. പിന്നെ അവരിത് അവിടെ നിന്ന് അതിലൊരു ചെറിയ മീനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് എറിഞ്ഞപ്പോൾ അത് വെള്ളത്തിലോട്ടാട്ടോ വീണത്. അപ്പം ഞാൻ അതിന് ജീവനൊക്കെ വെക്കുമെന്ന് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെയാണ് ഗൈസ് അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങുന്നതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനത്തെ സംഭവമൊന്നും വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾ തിരിച്ചു പോകും. പൈച്ചു അതൊക്കെ കണ്ട് ഡാൻസൊക്കെ കളിച്ചാട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ അവനതും നോക്കിയിട്ടാട്ടോ നടക്കുന്നത്. പിന്നെ ഞങ്ങളിതാ കാറിട്ടേക്കുന്നിടത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ എന്തോ ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബോട്ടിങ്ങിന് പോയവരായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സംഭവം ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് പൈച്ചു പേടിയാന്നൊക്കെ പറഞ്ഞാൽ വണ്ടി കയറി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.